ഔസേപ്പച്ചൻ സാറിനോട് എത്താനുള്ള റീസൺ എൻ്റെ ബാക്കി എല്ലാ വഴികളും അടഞ്ഞിട്ടാണ് ഞാനവിടെ എത്തുന്നത്. അത് 10th തോറ്റു, ഇനി രണ്ടാമത് എഴുതിയാലും തോക്കും. ഇനിയിപ്പോൾ 10th ജയിച്ചിട്ട് ഇനിയിപ്പോൾ തോറ്റിട്ട് ഇപ്പോൾ ഒരു എത്രയോ വർഷമായി, ഐ എം 36 now. അപ്പോൾ ഇപ്പോൾ 36ാമത്തെ വയസ്സിലും എന്നെ കൊണ്ട് ഇപ്പോൾ 10th എഴുതി ഞാൻ ഇപ്പോഴും തോറ്റു, അത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് വേറെ ഒരു വഴിയില്ല. എനിക്ക് ആകെ അറിയാവുന്നൊരു ജോലി എന്ന് പറഞ്ഞാൽ ഇത്തിരി തബല വായിക്കാൻ അറിയും, പിന്നെ ഔസേപ്പച്ചൻ്റെ സഹായമായിട്ട് പോയി നിൽക്കുക. വേറൊരു ഓപ്ഷനില്ല, യൂട്യൂബില്ല, ആകെ ഒരു റേഡിയോയും കുറച്ച് ചാനലുകളും TV വീട്ടിൽ ചെന്നാൽ അത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു പരിധിയുണ്ട്, നമ്മുടെ ചിന്തകൾക്കും എല്ലാത്തിനും പരിധിയുണ്ട്. അപ്പോൾ എന്ത് വന്നാലും സാറിനെ സേവിക്കുക, ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ നിൽക്കുക. ചവിട്ടി എറിഞ്ഞാലും പോകത്തില്ല, അടിച്ച് പുറത്താക്കിയാലും ഞാൻ പോകില്ല, കടിച്ച് തൂങ്ങി കിടക്കുന്നുള്ളൊരവസ്ഥയിലാണ് ഞാനൊക്കെ നിൽക്കുന്നത്. അപ്പം എന്ത് സിറ്റുവേഷനുകൾ, എത്ര വൃത്തികേട്ടായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായാലും നമ്മൾ വിട്ടു പോകത്തില്ല. ആ ഒരു വിശ്വാസമാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഗുരുനാഥനാണ്, എത്ര വഴക്ക് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ആ ഗുരുനാഥനാണ്. ആ അന്നത്തെ കാലത്ത് ഔസേപ്പച്ചൻ സാറിൻ്റെ നിന്ന് എനിക്ക് കിട്ടിയ പാഠങ്ങളും സ്ട്രെങ്ത്തും വിഷമവും എൻ്റെ കണ്ണീരും വേദനയും എല്ലാമാണ് ഇന്നെനിക്ക് തിരിച്ചു കിട്ടുന്നത്. അത് സൗഭാഗ്യങ്ങളിലൂടെ ഇന്ന് തിരിച്ചു കിട്ടുന്നു. ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കാൻ കഴിയുന്നു. ഓരോ പാട്ട് നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ നമ്മളുടെ ഓരോ നോട്ട്സിൽ നമ്മൾ എത്തുമ്പോഴും അത് നോട്ട്സിലോട്ട് എത്താനുള്ള റീസൺ ഒരു വലിയ കഥയായിട്ട് നമ്മുടെ പിന്നിലുണ്ടാകും. ഈ സ്ലം ഡോഗ് മില്യണിയറിൽ ഓരോ ചോദ്യത്തിന് പിന്നിലും ഓരോ കഥയുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ നോട്ട്സിന് പിന്നിലും. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, ഔട്ട് ഓഫ് നോളജ്, ജസ്റ്റ് ബൈ ഹിയറിങ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ശാസ്ത്രീയമായ സംഗീതം പഠിച്ചിട്ടില്ല. സോ ജസ്റ്റ് മനുഷ്യൻ എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു പച്ചയായ മനുഷ്യൻ്റെ ഫീലിങ്സ് എന്നാണ് നമ്മൾ പാട്ടുകൾ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതുകൊണ്ട് തന്നെ ആളുകൾ കേൾക്കുന്നതും അതെനിക്ക് തോന്നുന്നു. ഔസേപ്പച്ചൻ സാറിനെ പോലെ ഒരാളില്ലെങ്കിൽ ഇന്ന് ഞാനേ ഇല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് ഓപ്ഷൻസാണ്. അതായത് ഇപ്പം ഒബ്വിയസ്ലി എന്തായാലും മിക്കവരും 10th ജയിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ജയിച്ചിട്ടില്ലെങ്കിൽ തന്നെ 10th ജയിക്കാതെ തന്നെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ ബിസിയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ വന്ന് നിന്നാൽ തന്നെ ഇപ്പോൾ മ്യൂസിക് പ്രൊഡക്ഷൻ ബിക്കെയിം ലൈക്ക് എനിബഡി ക്യാൻ പ്രോഗ്രാം. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് വരും, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പാടിയൊരു പാട്ടുണ്ടാക്കുക, അപ്പോൾ തന്നെ മ്യൂസിക് ഡയറക്ടർ ആവാം. അങ്ങനെ ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ എത്രയോ പേരുടെ ഹാർഡ് വർക്കുണ്ട്. എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വരുന്ന പുതിയ മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ചെറിയ പിള്ളേർക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് ഇരിക്കുമ്പോൾ ഇത് ഇത്രയുള്ള കാര്യം, കീബോർഡുണ്ട്, സ്വിച്ച് ഉണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ഞെക്കി പിടിച്ചാൽ ഡിസ്ക് ടക്ക കിട്ടും, എന്നൊരു ട്യൂൺ ഇട്ട് വയ്ക്കും. ഓക്കെ, ഒരു പ്രൊഡ്യൂസർ വരുന്നു, ആ കൊള്ളാലോ മോനെ, നല്ല റിതം, എല്ലാം പ്രീസെറ്റായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം ഞെക്കി കഴിയുമ്പോൾ എല്ലാം വരും. ഈ ഞെക്കുന്നത് മാത്രമല്ല സംഗീതം, അതിനുപരി കമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവലുണ്ട്. ആളുകളിൽ ഇത് എന്ത് രസം ഉളവാക്കുമെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. ആ ഒരു ചിന്തയിൽ നിന്നാണ് ആ ചിന്തയ്ക്ക് വേണ്ടിയിട്ടാണ്, ആ ചിന്തിക്കാനുള്ള കഴിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വലിയൊരു മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ചെയ്യുന്ന രീതിയും അദ്ദേഹം നടക്കുന്ന സ്റ്റൈലും നടക്കാൻ വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഒരു കമ്പോസിഷൻ, ആ കാലഘട്ടം ജോൺസൺ മാഷോ, രവീന്ദ്രൻ മാഷോ, ബാബുരാജ് സാറോ അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ ഒരു കമ്പോസിഷൻ നമ്മളിലോട്ട് തരാനായിട്ട് അവരെടുക്കുന്ന പെയിൻ എന്തായിരുന്നു, ആ പെയിൻ എന്തോരം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് നമ്മൾ വളരുന്നത്. ഇപ്പോൾ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പാടാൻ പറ്റില്ല. ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ ഒരിക്കലും പാടില്ല. ആ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ അദ്ദേഹം അനുഭവിച്ചിരുന്ന വേദന എന്തായിരുന്നു, എന്ത് വേദന എന്നാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കമ്പോസിഷൻ ഉണ്ടായത്. വെറുതെ ഇരുന്ന് വരില്ലല്ലോ ഒരു പാട്ട്. അപ്പോൾ ഏത് പാട്ടാണ് അദ്ദേഹം തിങ്ക് ചെയ്തത് ആ സമയത്ത്. അങ്ങനെ ഒരു നോട്ട്സിലോട്ട് എത്താൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് ഒരു ഗ്രേറ്റ് കമ്പോസിഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്ത് ശബ്ദമാണ് അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്തത്, അല്ലെങ്കിൽ ഏതൊക്കെ പാട്ടുകൾ അദ്ദേഹം കേട്ട് മറന്നിരിക്കണം അങ്ങനെ ഒരു ഗാനം കമ്പോസ് ചെയ്യും. ആ ഒരു അന്നത്തെ കാലത്ത് ആ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ തിങ്കിങ് മൈൻഡ് എത്രത്തോളം സഞ്ചരിച്ചിരുന്നു, അതിലൂടെയാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇന്നത്തെ പല ജനറേഷൻ ഓഫ് കമ്പോസേഴ്സ്, ഞാൻ പ്രത്യേകിച്ച്, എനിക്ക് ബാക്കിയുള്ളവരെ എനിക്കറിയില്ല, ഞാൻ ട്രാവൽ ചെയ്യുന്ന അതിലൂടെയാണ്. അവരെത്രത്തോളം ചിന്തിച്ചിരിക്കാം, അവർ ആ കാലഘട്ടങ്ങളിൽ ഏതെല്ലാം പാട്ടുകൾ കേട്ടിരുന്നിരിക്കാം. എന്നാൽ അവർക്ക് ഇന്ന് യൂട്യൂബില്ല, എന്ന് ഇതൊന്നും ഇല്ലാത്തൊരു സമയത്ത് നിന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു കമ്പോസിഷൻ എടുത്തുകൊണ്ട് വരണമെങ്കിൽ അവരുടെ ട്രാവൽ, ആ മ്യൂസിക്കിലോട്ടുള്ള ട്രാവൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പോസിഷനിലോട്ടുള്ള ട്രാവൽ എന്തോരായിരുന്നു, അതിനുവേണ്ടി എത്ര സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും അവർ, അതിനുവേണ്ടി എത്ര യാത്രകൾ, എത്ര അനുഭവങ്ങൾ ജീവിതത്തിലൂടെ അവർ കൈമറിഞ്ഞ് പോയിട്ടുണ്ടാവും.
അതിലൂടെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ട്രാവൽ ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ വ്യത്യസ്തതയാർന്നു എന്ന് പറഞ്ഞ പോലെ മ്യൂസിക്കുകൾ എനിക്ക് അവരുടെ അടുത്തൊന്നും പറ്റിയില്ലെങ്കിലും ഒരു ഏരിയ കൂടെ എനിക്ക് ടച്ച് ചെയ്ത് പോകാൻ കഴിയുന്നത് ഈ ഒരു ട്രാവൽ ഉള്ളതുകൊണ്ടാണ്. സോ എല്ലാ കമ്പോസറിനും ഈ ഒരു ട്രാവൽ ഉണ്ടെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. മലയാളികളെല്ലാം ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ഏതൊരു കമ്പോസറും ഈ ട്രാവലിലൂടെ സഞ്ചരിച്ചവർ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും സംഗീതത്തിന് മാറ്റമില്ല, പക്ഷെ അത് പ്രയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്, കേൾവിക്കാർ വ്യത്യാസമുണ്ട്. അന്നത്തെ ഒരു 1960s ആളുകൾ പാട്ട് കേട്ടിരുന്ന പോലെയല്ല ഇന്നത്തെ ജനറേഷൻ കേൾക്കുന്നത് കേട്ടോ. കേൾവിയിലുള്ള വ്യത്യാസം, ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം, അടിയുന്ന ഡ്രസ്സിലുള്ള വ്യത്യാസം, മാറ്റം പ്രകൃതി നിയമമാണല്ലോ. ഒബ്വിയസ്ലി ഇപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന മഹത്തരമായ സംഗീതം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന ഒരു വൃത്തികെട്ട സംഗീതം എന്നൊക്കെ പറഞ്ഞ പോലെ എന്തു വേണമെങ്കിൽ ആവാം, അത് പിൽക്കാലത്ത് മഹത്തരമായ സംഗീതമായി മാറിയേക്കാം. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നില്ലേ, ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ദെയർ വാസ് കിങ്സ് ഹു റൂൾ ദ ഇൻഡസ്ട്രി എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്ന പോലെ ആ സമയത്ത് അവർക്ക് യാതൊരു വിലയുണ്ടായിരുന്നില്ല. സാധാരണ ആളുകൾ പോലെ നടന്നവരാണ് അവരും. അവർക്ക് തോന്നിയവരെ അവർ കമ്പോസ് ചെയ്ത് നല്ല രീതിയിൽ വന്നു. ചില പാട്ട് നന്നായി, ചില പാട്ട് മോശമായി. അന്നുകൊണ്ട് മോശം പാട്ടുകൾ, ഇന്നുകൊണ്ട് മോശം പാട്ടുകൾ. നല്ല പാട്ടുകൾ അന്ന് ആളുകൾ റേഡിയോയിലൂടെ കേട്ടിരുന്നു, പക്ഷേ അന്ന് നല്ല പാട്ടുകൾ നോക്കി റേഡിയോയിൽ പ്ലേ ചെയ്യുന്നു. അങ്ങനെയല്ലല്ലോ. ഇപ്പം നല്ലതും ചീത്തയും എല്ലാം കേൾക്കാനുള്ള അത്രയും ചാനൽസ് ഉണ്ട്. എല്ലാവരുടെ കാതുകളും എല്ലാം ഒന്ന് അടിഞ്ഞ് ബ്രെയിൻ മുഴുവൻ ഒരു എന്താ പറയുക ഒരു മെസ്സായിരിക്കുകയാണ്. സോ അത് വളപ്പിലെ ശാല പോലെ പിരിഞ്ഞിരിക്കുകയാണ് തലയൊക്കെ. അതിൻ്റെ ഇടയിലൊക്കെ നമ്മളൊരു ഹിറ്റടിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. സോ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് മ്യൂസീഷ്യൻസ് ഉണ്ടാവും. അവരുടെയൊക്കെ എന്താ പറയുക, അവരുടെ എല്ലാവരുടെയും ഫീലിങ്സ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എന്താ പറയുക, ഇങ്ങനൊരു അവസ്ഥയിൽ ഒരുപാട് സിനിമകൾ എനിക്ക് എല്ലാ മ്യൂസീഷ്യൻസും ഏതൊരു മ്യൂസിക് ഡയറക്ടറായാലും ഒരുപാട് സിനിമകൾ എനിക്ക് ചെയ്യണം, ഒരു കാലം വരും ഒരുപാട് സിനിമകൾ എനിക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്ന് ഒരുപാട് പേർക്ക് കൊണ്ട് വർക്ക് ചെയ്ത് മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവരുടെയൊക്കെ മൺമറഞ്ഞു പോയ ആത്മാക്കളുടെ വേദനകൾ, അല്ല അവർക്ക് സാധിക്കാൻ കഴിയാതെ പോയിരുന്ന അല്ലെങ്കിൽ പല കാരണങ്ങളാൽ അവർക്ക് മുമ്പോട്ട് വരാൻ കഴിയാതെ വരുന്ന ഒരുപാട് പേര് ആത്മാക്കളുടെ ഒരു ശക്തിയും അവരുടെയൊക്കെ പ്രാർത്ഥനയും അവരുടെയൊക്കെ അനുഗ്രഹവും മനസ്സിൽ ഫുള്ളായിട്ട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും അഹങ്കാരമല്ല. ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഇനി അങ്ങോട്ടുള്ള പാട്ടുകളിലെല്ലാം നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയിലും എന്നെ ഒരുപാട് നല്ല ചിന്തകൾ വരുത്തണേ, നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിക് ചെയ്യാൻ കഴിയൂ. ബിക്കോസ് വി ആർ ഡൂയിങ് ഫിലിം മ്യൂസിക്. അപ്പോൾ ഫിലിം മ്യൂസിക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. മ്യൂസിക് വെറുതെ ചെയ്യാം, ഒരു സ്റ്റേജിലിരുന്ന് 10 മണി നേരം വായിച്ച് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റും. പക്ഷേ ഒരു സിനിമയ്ക്ക് മ്യൂസിക് ചെയ്ത് 10 പേരെ സന്തോഷിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സിനിമ എന്ന് പറഞ്ഞൊരു ചട്ടക്കൂടാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ചട്ടക്കൂട് നന്നാവുമ്പോൾ മാത്രമേ അതിന് സംഗീതവും നന്നാവുള്ളൂ. സോ നല്ല സിനിമകൾ വരട്ടെ മലയാളത്തിന് എന്നെല്ലാവരും പ്രാർത്ഥിക്കുക. എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ദാറ്റ്സ് ഇറ്റ്.